വിളിക്കാം. ഹലോ. ആ പറയ്. ആ ഞാനിവിടെ ജോലി തുടങ്ങി. ഹസ്ബൻഡാ? ആ ഉണ്ട്. ഓ അത് കുഴപ്പമില്ല, പറ. ആ ശരി. ഹലോ. ആ പറയ്. അങ്ങോട്ട് വരാനോ? അതിപ്പോൾ പറഞ്ഞാൽ മതി, ഞാൻ അങ്ങോട്ട് പറഞ്ഞാൽ മതി, അങ്ങോട്ട് വരാം. ഇങ്ങോട്ട് ഞാൻ പറഞ്ഞിട്ട് വന്നാൽ മതി. ഇവിടെ ഞാൻ ആരോടും പറഞ്ഞിട്ടൊന്നുമില്ല. ഒരുമിച്ച് ജീവിക്കേണ്ടവരാണെങ്കിൽ ഒരുമിച്ച് ജീവിക്കും. അയ്യോ എന്താ രണ്ടുപേരും ഇവിടെ? ഇവിടെ നിൽക്കേണ്ടി വന്ന്. അതെന്തിനാന്ന് ചോദിച്ചേ? എന്ത് പറ്റി രണ്ടുപേർക്കും? എന്താ എന്ത് രണ്ടുപേരും ഇവിടെ ഒന്ന് വിളിച്ചു നിന്നേ? എന്ത് പറ്റി? പറ്റിയത് ഞങ്ങൾക്കല്ല, നിനക്കാണ്. 24 മണിക്കൂറും വീട്, ഭർത്താവെ, കുട്ടികളെന്ന് വിചാരിച്ചുകൊണ്ട് നടന്നവർക്ക് ഇപ്പൊ സമയമില്ല. ഞങ്ങളെ തീരെ പൊട്ടന്മാരാക്കല്ലേ കേട്ടാ. 2-3 ദിവസം കൊണ്ട് ശ്രദ്ധിക്കാണ്. ചുമ്മാ കാട് കയറി പോവാതെ കാര്യം പറവാലോ. ഞാൻ 1-2 തവണ നിന്റെ അടുത്ത് ചോദിച്ചു ഫോണിൽ ആരാണെന്ന്. ആരാണെന്ന് പറയാനുള്ള നേരം പോലും നിനക്കില്ലല്ലേ? ആ പറ്റൂല. എന്തേ? കണ്ടാ അഹങ്കാരം, കണ്ടാ നിന്റെ ചേച്ചിയുടെ സ്വഭാവം കണ്ടാ. നീയല്ലേ പറയണേ ഞാൻ അവർക്ക് സ്വസ്ഥത കൊടുക്കൂലെന്ന്. ഇപ്പൊ കണ്ടല്ലേ ആരാണ് സ്വസ്ഥത തരാത്തെന്ന്. അമ്മയ്ക്ക് അല്ലെങ്കിൽ ഇപ്പൊ ഇച്ചിരി ഫോൺ വിളി കൂടുതല. 2 ദിവസം കൊണ്ട് ഇച്ചിരി കൂടിയിട്ടുണ്ടേ. ഞാൻ ഫോൺ ചെയ്യണേ. അമ്മ എന്തിനമ്മ ഇങ്ങനെ വയലന്റ് ആണ്? വയലന്റ് ആവും. കാര്യങ്ങളെ കിടപ്പ് അങ്ങനെയല്ലേ? അതെ, കാര്യങ്ങളെ കിടപ്പ് അങ്ങനെ തന്നെയാ. നീ നിർത്ത മതി ചാടിയത്. ഞാൻ ആരെ ഫോൺ വിളിക്കുന്നത് പറഞ്ഞാ മതി. എന്താടാ നീ ചോദ്യം ചെയ്യുന്ന രീതി സംസാരിക്കുന്നത്? എന്താ എന്താടാ നിനക്കിപ്പോ? എനിക്ക് പറയാൻ പറ്റൂല ഇപ്പൊ ആരാ വിളിച്ചേന്ന്. പറയാൻ പറ്റാത്ത എന്താണ്? പറയാൻ പറ്റാത്ത എന്നെ കൊന്നാലും ശരി, ഞാൻ പറയാൻ പറ്റൂല. ഫോൺ എടുത്ത് നോക്കടാ, ഫോൺ എടുത്ത് നോക്കാം. പറയാ ശ്രീ, ശ്രീ ഫോൺ താ. വെറുതെ എന്നെ ഭ്രാന്തിപ്പിക്കരുത്. താ. ആരാണ് ഫോൺ ചെയ്യുന്നത് പറയുന്നത്? ചോദിച്ചപ്പോ പിന്നെ ഫോൺ താടാ. ഫോൺ തരുന്നില്ല. പോ ഫോൺ തരാൻ. ഫോൺ തരുന്നില്ല. ഞാൻ ഫോൺ ഞാൻ അറിയാലോ മര്യാദയ്ക്ക് ഒന്നാണ് ഇവിടെ. പോടാ തൊടാ. ഫോൺ താ. നോക്കടാ, എല്ലാം നോക്ക്. ഇവിടെ ഇതിന്റെ ലോഗ് കഴിച്ചാട്ടാ. മാമ ഫോണിങ് എടുക്ക്. ഛേ, നീ ഇങ്ങനെ ആയി പോയലാടാ. ഞാൻ ആരെ വിളിച്ചെന്ന് അറിയണോ അല്ലേ നിനക്ക്? എന്തർത്ഥത്തിലാണ് നീ എന്നോട് അങ്ങനെ ചോദിച്ചേ? നിനക്ക് മാറില്ലല്ലേ ഇതുവരെ സംശയം? ഇത്രയും വൃത്തിയുടെ രീതി ചിന്തിക്കുന്ന ആൾക്കാരെ ഇടയിൽ തന്നെ എന്നെ കൊണ്ട് ഇട്ടല്ല. ഇങ്ങനെ കിടന്ന് ചാടറ എന്തിന്? ആരാണ് വിളിച്ചെന്ന് ചോദിച്ചെന്നല്ലേ ഉള്ളൂ. ആരാ വിളിച്ചെന്ന് അറിയണോ അല്ലേ? അറിയണം നിങ്ങക്ക്? കുട്ടികളെ ഇതവന് പറയും. 2 ദിവസമായിട്ട് ഞാൻ മാട്രിമോണി നോക്കുക. ഇവരൊറ്റ പെണ്ണുങ്ങൾ വല്ല ഉണ്ടോന്ന്. നിനക്കല്ല, കുട്ടൂര് അമ്പലപ്പുഴയിൽ നിന്ന് ഒരു വീട്ടുകാർ വിളിച്ചിരുന്നു. അവർക്ക് നമ്മളെ ഫാമിലിയോട് കുറച്ച് താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞ്. അപ്പൊ ഞാൻ അങ്ങനെ ജാതകമൊക്കെ അയച്ചു കൊടുത്തു. അവർ ജാതകം തമ്മിൽ നോക്കിയപ്പോൾ പൊരുത്തത്തിന് എന്തോ ഒരു കുഴപ്പം. അപ്പൊ അവർക്കത് പ്രശ്നമല്ല, എന്നാൽ അവർക്ക് താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അങ്ങോട്ട് ചെല്ലാന്ന് പറഞ്ഞു, അവർ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞു. ഇത്രയൊക്കെ തന്നെ ഉള്ളു. സംശയം കൊണ്ട് കിടക്കണം എല്ലാം. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.